മാസത്തിൽ 2 തവണ ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ ആയി. ആദ്യം തന്നെ കൊതുക് കയറാതിരിക്കാനുള്ള നെറ്റും കർട്ടൻസൊക്കെ ഞാൻ കഴുകാൻ വേണ്ടി മാറ്റിയിട്ടാ. ചേട്ടൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. വാക്വം ക്ലീനർ വെച്ചിട്ടാണ് ചേട്ടൻ ചെയ്യാറുള്ളത്. എനിക്കിതിൻ്റെ പരിപാടി അറിയാൻ പാടില്ല. പലതവണ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഞാനത് ശ്രദ്ധിക്കാറില്ല. മടിയാണേ. അപ്പോൾ ചേട്ടൻ എന്താ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ട്ടോ. എനിക്കാണെങ്കിൽ ആദ്യത്തെ റൂമിൻ്റെ കോലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ആൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുണ്ടായതിന് ശേഷം ഞങ്ങൾക്ക് കട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടിട്ട് ഇതാ ഇങ്ങനെ 2 ബെഞ്ച് അടിച്ചിട്ടിട്ട് അങ്ങനെയാണ് നമ്മുടെ കട്ടിലിന് വീതി കൂട്ടിയത്. അപ്പോൾ ബെഡ് മുറിച്ചതിൻ്റെ ബാക്കി പീസ് എടുത്ത് വെച്ചത് ഉപകാരമായി. അങ്ങനെ ആ ബെഞ്ചിനകത്തേക്ക് ബെഡിൻ്റെ ബാക്കി പീസ് കൂടെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ വിശാലമായിട്ടാണ് കിടക്കുന്നത്. ചേട്ടൻ ഫ്ലോർ ക്ലീൻ ചെയ്യണ നേരത്ത് ഞാൻ ബാക്കിയുള്ള പൊടിയൊക്കെ തൂത്തിട്ടാ. കട്ടിൻ്റെ അടിയിലാണെങ്കിൽ നിറച്ച് സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ കൊതുകുണ്ട് ഞങ്ങളുടെ മുറിയിൽ. അപ്പോൾ ഇപ്രാവശ്യം കട്ടിൻ്റെ അടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട് ട്ടാ. ഒരു സാധനം പോലും കട്ടിൻ്റെ അടിയിൽ വെച്ച് പോരുതെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കണം. അതുകൊണ്ട് എല്ലാം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ റൂമും വീടൊക്കെ നല്ല രീതിയിൽ ഡെക്കോർ ചെയ്യാൻ ആഗ്രഹമുണ്ട് ട്ടോ. കുറേ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഫ്രണ്ടിലൊക്കെ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് പൂവുള്ള ചെടികളോടാണ് താല്പര്യം. പൂവില്ലാത്തതിനോട് താല്പര്യമില്ല. പിന്നെ അകത്ത് വെക്കുന്നതിനോടും വലിയ താല്പര്യമില്ല. ഇപ്പം ഞാൻ മുറിയിൽ വെക്കാമെന്ന് വെച്ചാൽ തന്നെ എൻ്റെ കൊച്ചെടുത്തെറിയും. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ പ്ലാന്റ്സ് ഒന്നും വെക്കാത്തത്. പിന്നെ കർട്ടൻസ് ഒക്കെ മാറ്റിയിട്ട് ബ്ലൈൻഡ്സ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴും ചേട്ടൻ പറഞ്ഞു കാശ് മുടക്കി ഇട്ടിട്ട് ചെറുക്കനെ വലിച്ച് പൊട്ടിക്കാനാണോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ എൻ്റെ ആ മൂഡ് പോയി. അപ്പോൾ കൊച്ച് കുറച്ചും കൂടെ വലുതായിട്ട് ആ രീതിക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൽ കുറേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് ട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓരോ സാധനങ്ങളും മീഷോയിൽ നിന്ന് വാങ്ങി വെക്കും. അതിനുവാണെങ്കിൽ എടുത്തെറിയും. എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാനൊരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അലമാരയുടെ ഉള്ളിൽ കയറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അതിനുൻ്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന കൊട്ട ഞാൻ കട്ടുമേ തന്നെ വെക്കാറുണ്ട് ട്ടോ. കാര്യം ഡെയിലി അതിൽ നിന്ന് നിക്കർ എടുക്കണം. ആൾ മൂത്രമൊഴിച്ച് ഒരുപാട് നിക്കർ ഒരു ദിവസം വേണ്ടി വരും. അതുകൊണ്ട് അത് കട്ടിലെ തന്നെ വെക്കും. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ട്ടാ. ബൈ.